നമ്മൾ ഒരു ബൗളിലേക്ക് 200 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് ഇടുന്നത് കേട്ടോ. അത് റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം. അപ്പം നന്നായിട്ടൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഷുഗറാണ് കേട്ടോ. ഷുഗർ ആഡ് ചെയ്യുന്നത് 150 ഗ്രാമാണ് ഷുഗർ ആഡ് ചെയ്യണത്. ഞാൻ പൊടിച്ച പഞ്ചസാരയും കുറച്ച് പൊടിക്കാത്ത പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ടത്. നന്നായിട്ട് ഇനി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ആ കട്ടകളൊക്കെ ഉടഞ്ഞ് നമ്മുടെ ബട്ടറായിട്ട് നന്നായിട്ട് യോജിക്കും. ഞാനൊരു 1.5 കിലോ റിച്ച് പ്ലം വിത്ത് എന്താ പറയുക, റമ്മിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുള്ള പ്ലം കേക്കാണ് ഞാൻ ഉണ്ടാക്കണേ കേട്ടോ. അപ്പം ഞാൻ നല്ല സോഫ്റ്റായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബട്ടർ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പ്ലം കേക്കിന്. പലരും സൺഫ്ലവർ ഓയിൽ അതുപോലെ ഡാൽഡയൊക്കെ വെച്ചിട്ടുണ്ടാക്കും. പക്ഷേ ഈ ബട്ടർ വെച്ചുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പിന്നെ ഇതിലേക്ക് 4 മുട്ട ചേർക്കണേ. അത് 2 ആദ്യം ബീറ്റ് ചെയ്തു, പിന്നെ 2 അങ്ങനെ എന്നിട്ട് 4 മുട്ടയും കൂടി ചേർത്ത് നന്നായി ബീറ്റാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ ചേർത്തത് നമ്മുടെ പൈനാപ്പിളും അതുപോലെ നമ്മുടെ ഓറഞ്ച് പീലൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ചേർത്തു. പിന്നെ നമ്മൾ കാരമൽ ചെയ്ത് വെച്ച നമ്മുടെ കാരമൽ ഒഴിച്ചു കൊടുത്തു അതിലേക്ക്, ആ കളറിന് വേണ്ടിയിട്ട്, ആ ഫ്ലേവറിന് വേണ്ടിയിട്ടും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്തു. സൈഡിൽ നിന്നൊക്കെ ഞാനൊന്ന് വിടിയിച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചൊരു കളറ് വ്യത്യാസം വരും കേട്ടോ. പിന്നെ ഞാനിതിൽ ഉപയോഗിക്കുന്ന സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് 1 വർഷം മുമ്പ് സോക്ക് ചെയ്തതാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതിൽ 1 കിലോ ഉണ്ടാക്കാനുള്ള കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാനിതിന് യൂസ് ചെയ്യണേ കേട്ടോ. എത്രയും നാൾ പഴകി സോക്ക് ചെയ്ത് വെച്ച് ഐറ്റെടുത്താൽ അത്രയും നല്ലതാണ്. കാരണം ആ റമ്മിൻ്റെ ഫ്ലേവറൊക്കെ ഡ്രൈ ഫ്രൂട്ട്സിൽ പിടിക്കും. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ വെനില എസൻസ് ഞാൻ ചേർത്ത് കൊടുത്തു. നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഞാനിത് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തു കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ഏകദേശം 600 ഗ്രാമോളം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് 1.5 കിലോ പ്ലം കേക്കാണ് ഉണ്ടാക്കണത്. അപ്പം ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തു. ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കളറ് കണ്ടോ, നല്ല ബ്ലാക്ക് കളറായിരിക്കുന്നത്. അത് ആ റമ്മായിട്ട് സോക്ക് ചെയ്തിട്ടുള്ള അതിൻ്റെ ആ ഒരു കളറാണ് അതിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനൊന്ന് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. 200 ഗ്രാം മൈദ എടുത്തിരിക്കണേ. അതിൽ 1 നുള്ള് ഉപ്പും ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ ഞാൻ കുറച്ച് മസാല ഉണ്ട്. പ്ലം കേക്കിന് ഞാൻ മസാല ഇടാറുണ്ട്. അതായത് നമ്മുടെ ഏലക്കയും ഗ്രാമ്പും പട്ടയും കൂടി ചൂടാക്കി പൊടിച്ചിട്ട് അതൊരു 1/2 സ്പൂണും ഞാനിതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഫ്ലേവർ കൂടുതൽ വേണമെന്ന് വെച്ചാൽ കൂടുതൽ ആഡ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സാക്കി കൊടുത്തു. നമ്മൾ ഉപയോഗിക്കുന്ന മൈദ എന്ന് പറയുന്നത് ഒരു 3 തവണയാണ് ഇതിൽ മിക്സ് ചെയ്ത് ഞാൻ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി അതിന് ശേഷം പിന്നെ ഞാൻ മോൾഡിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യണത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഏകദേശം ഒരു മണിക്കൂറെങ്കിലും മിനിമം ബേക്ക് ചെയ്യാനെടുക്കും. കാരണം അതിൻ്റെ ഉള്ളിലത്തെ ആ എന്താ പറയുക, ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഉള്ള കാരണം അത്രയും തിക്കാണ്. അപ്പോൾ ബേക്കായി വരാനായിട്ട് ഏകദേശം ഒരു മണിക്കൂർ മാക്സിമം 1.5 മണിക്കൂറോളം എടുക്കും. അതിൻ്റെ അത്രയും ടൈം എടുത്തിട്ടാണ് ബേക്കായിട്ട് വരുന്നത്. സാധാരണ ടീ കേക്ക് അല്ലെങ്കിൽ നമ്മുടെ പേസ്ട്രീസ് ഉണ്ടാക്കുന്ന ബേസ് കേക്കിൻ്റെ പോലെ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് വെച്ചാൽ പോരാ, 1.5 മണിക്കൂറെങ്കിലും വെക്കേണ്ടി വരും. അപ്പം ഞാൻ നന്നായി ഫോൾഡാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ കാരമലല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് കളർ കിട്ടും കേട്ടോ. അപ്പോൾ മോൾഡിലേക്ക് ആക്കി ബേക്ക് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് പ്ലം കേക്ക് റെഡിയായി.